ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ഒരു വ്യക്തി പോലും ഒരു വർക്ക് ചെയ്തുകൊണ്ടല്ല. ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കത്തില്ല. ഇത് ഫ്രീ ഗിഫ്റ്റ് ആണ് അല്ലെ? സാൽവേഷൻ ഫ്രീ ഗിഫ്റ്റ് ആണ്. നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ് ആണ്. അതിനുവേണ്ടി യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചു അല്ലെ? അപ്പോൾ നമ്മൾ ജനറലി എന്താ പറയുക ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് സാൽവേഷൻ, ബോൺ അഗെയിൻ എന്നുള്ളൊക്കെ കാര്യം അല്ലെ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃപയാലാണ് നമുക്ക് സാൽവേഷൻ കിട്ടിയിരിക്കുന്നത്. അത് വിശ്വാസം മൂലം അല്ല, വിശ്വാസവും വന്നിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ് അല്ലെ? പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗ്രേസ് വന്നിരിക്കുന്ന ദൈവത്തിൽ നിന്ന്, വിശ്വാസം വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്ന്, സ്നേഹം വന്നിരിക്കുന്ന ദൈവത്തിൽ, എല്ലാം വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലെ? നമ്മൾക്ക് സ്വന്തമായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇത്രമാത്രം അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ ഒന്നുമില്ല. നമുക്ക് ഒന്നും തന്നെ ക്രെഡിറ്റ് എടുക്കാൻ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ പൊതുവെ സംസാരിക്കുന്ന ഒരു വാക്കുകളാണ് സാൽവേഷൻ എന്നുള്ളത്, അല്ലെ സേവ്ഡ് എന്ന് പറയും, അല്ലെ രക്ഷ എന്ന് പറയും, ബോൺ അഗെയിൻ എന്നൊക്കെ പറയും, വീണ്ടും ജനനം എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മൾ വെറുതെ പറഞ്ഞു വിടാതെ നമുക്ക് അതിനൊന്ന് അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലെ? എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്, നമ്മൾ എവിടെയായിരുന്നു അല്ലെ? അതിനെപ്പറ്റിയാണ് എന്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മളെ യേശുക്രിസ്തു രക്ഷപ്പെടുത്തിയത് എന്നിൽ നിന്നാണ് അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ള. അപ്പോൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തോട് നന്ദി പറയുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ സത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കും. ഞങ്ങളുടെ കണ്ണുകളെ തുറന്നിരിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. പിതാവേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ടും പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു, മനസ്സിലാക്കാനുള്ള കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിനാമേ. മനസ്സിലാക്കുന്ന വാക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിനാമേ. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് പോകും. 2ാമത്തെ ചാപ്റ്റർ, അതിന്റെ 8-9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യന്റെ 2:8-9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുകളാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല അല്ലെ? നമ്മൾ ഒന്നും ചെയ്തത് കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ മൊത്തം കിട്ടിയാലും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു. അതിന്റെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞാൽ ഭയങ്കര, വളരെ അധികമാണ്. ഒരു വ്യക്തിക്ക് പോലും കൊടുക്കാൻ സാധിക്കില്ല. കൊടുത്ത് ദൈവത്തിന് നമ്മളുടെ ആത്മാവിന്റെ വില കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോരാ, അതൊന്നും നടക്കത്തില്ല. കാരണം അത്രയധികമാണ് ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞാൽ അല്ലെ? പാപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ മരണമാണ്. ആ മരണത്തിൽ നിന്ന് വേണം അല്ലെ നമ്മൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പം നമുക്കറിയാം, ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. വേറെ ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല അല്ലെ? അപ്പോ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? എവിടെ നിന്നാണ് നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? രക്ഷ നമ്മൾ പറയുമ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിനെപ്പറ്റിയാണ് എനിക്കൊന്ന് സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതേ 2ാമത്തെ ചാപ്റ്റർ തന്നെ 1ാമത്തെ വാക്കോട്ടൊന്ന് വായിക്കാം. 1ാമത്തെ വാക്ക് തൊട്ട് 9 വരെയുള്ള വാക്കുകൾ. 8-9 നമ്മളിപ്പോ വായിച്ചതേ ഉള്ളൂ. പക്ഷെ എന്നാലും 1 തൊട്ട് 9 വരെ വായിച്ചിട്ട് സംസാരിച്ചു പോകും അല്ലെ? 1ാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അല്ലെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പൊ പാപം ഒരു വ്യക്തിയെ മരിച്ചവനാക്കി തീർക്കും അല്ലെ? അപ്പം പാപത്തിന്റെ കൂലിയാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, പാപം നമ്മള് സ്വന്തമായിട്ട് എന്താ പറയാ, ആദ്യമായിട്ട് നമ്മൾ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു കാര്യമല്ല പാപം എന്നുള്ള പറഞ്ഞാല്. ആഡവും ഈവും, നമ്മുടെ ഫോർ ഫാദേഴ്സ്, ആഡവും ഹവയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവര് വീണുപോയി. ആ പാപത്തിന്റെ ആ DNA നമ്മളിലേക്ക് വന്നതാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മളുടെ ആ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനുള്ള ഒരു ത്വരയും, നമ്മളുടെ എന്താ പറയാ, ജഡത്തിന്റെ മോഹങ്ങൾ നടക്കാനുള്ള ത്വരയും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മള് പാപത്തിൽ ആയിപ്പോയി അല്ലെ? അപ്പൊ പാപത്തിൽ ആകുന്ന ആൾക്കാര് എങ്ങനെയാ ആയിത്തീരുന്ന വെച്ചാൽ അവര് മരിച്ചവരായിരിക്കും അല്ലെ? നമ്മൾക്കറിയാം, മരിച്ചവർ എന്ന് പറയുമ്പോൾ അല്ലെ, ഒന്ന് വിചാരിച്ചു വെക്കുക, നമ്മൾക്ക് പൊതുവെ പറയുമ്പോ 2 മണ്ഡലങ്ങളാണുള്ളത് അല്ലെ? സ്പിരിച്വലി സംസാരിക്കുമ്പോൾ 2 മണ്ഡലങ്ങളാണുള്ളത്, റിലംസ് അല്ലെ? ഇംഗ്ലീഷിൽ പറയുന്ന റിലംസ് ഉള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞത്, ജീവന്റെയും എന്താ പറയാ, ലൈറ്റിന്റെ റിലം എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ റിലം അല്ലെ? യേശുവാണ് ജീവൻ, യേശുവാണ് ലൈറ്റ്, യേശുവാണ് സ്നേഹം. അപ്പൊ ദൈവമായിരിക്കുന്ന റിലം, സ്വർഗരാജ്യത്തിന്റെ റിലം, സ്വർഗരാജ്യത്തിന്റെ മണ്ഡലം എന്നുള്ളത്.
അല്ലാത്തത് സ്വർഗരാജ്യത്തിന്റെ കൂട്ടത്തിൽ ഉള്ളതല്ല എങ്കിൽ ബാക്കി വരുന്നത് മരണത്തിന്റെയും ഇരുട്ടിന്റെയും മണ്ഡലമാണ്, അല്ലെ? അപ്പൊ മരിച്ചവർ എവിടെയുള്ള സ്വർഗരാജ്യത്തിലല്ലല്ലോ. മരിച്ചവർക്ക് സ്വർഗത്തിന്റെ ഒരു ഒരു കാര്യവുമില്ലല്ലോ. അവര് ഇരുട്ടിന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ മരണത്തിന്റെ മണ്ഡലത്തിലാണ്, അല്ലെ? ഒന്ന് വിചാരിച്ചിരിക്കുന്നു, ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മരണത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ പാതാളം എന്ന് പറയുന്നത്, അല്ലെ? അത് എന്താ പറയാ, പാതാളം, ഹേഡിസ് എന്നൊക്കെ പറയുന്നത് അവസാനമായിട്ട്, അല്ലെ, അങ്ങ് പോകുന്നത് കാര്യങ്ങൾ, അല്ലെ? അതിനുശേഷം അതിനെ എല്ലാം കൂടെ എടുത്ത് ലേക്ക് ഫയറിലേക്ക് ദൈവം തള്ളിക്കളയുന്നു, അല്ലെ? അതിന് അതെല്ലാം വരുന്ന ഒരു മണ്ഡലം, അല്ലെ? മരണത്തിന്റെ മണ്ഡലം, ഡാർക്ക്നെസിന്റെ മണ്ഡലം, അല്ലെ? മരിച്ച വ്യക്തികൾ അവിടെയാണ്, അല്ലെ? മരിച്ച വ്യക്തികള് വെളിച്ചത്തിന്റെ മണ്ഡലത്തിലല്ല, മരിച്ച വ്യക്തികൾ അവിടെയാണ് ഉണ്ടാകുന്നത്. മരിച്ചു പോയിരിക്കുന്ന ആൾക്കാർ, യേശുവിലല്ലാതെ മരിച്ചു പോയിരിക്കുന്ന ആൾക്കാരല്ല അവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ ലോകത്തില് ഫിസിക്കലി നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിലാവുന്ന വ്യക്തികളാണെങ്കിൽ, യേശുവിലല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവരുടെ സ്പിരിറ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരണത്തിന്റെ മണ്ഡലത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം മരിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ പാപത്തിലാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ആ മരണത്തിന്റെ മണ്ഡലത്തിലാന്ന് ഒന്ന് വിചാരിച്ചു, റിലംസിലാണ് നമ്മൾ വിചാരിച്ചത്. നമ്മള് ഈ ലോകത്തിൽ കാണുന്ന, നേരത്തെ നമ്മളും അങ്ങനെ തന്നെയുണ്ട്, ലോകത്തിൽ കാണുന്ന വ്യക്തികൾ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന വ്യക്തികൾ, അവിടെ ആത്മാവ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന്റെ മണ്ഡലത്തിലാണ്, അല്ലെ? പക്ഷെ ഇന്ന് നമ്മുടെ ശരീരം എന്താ പറയാ, മരണത്തിന്റെ മണ്ഡലത്തില് അല്ലാതെ ഈ ലോകത്ത് ജീവനോട് ഇരിക്കുന്നത്തോളം കാലം നമ്മൾക്ക് ചാൻസ് ഉണ്ട് ആ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് എന്താ പറയാ, ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ മണ്ഡലത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് യേശുവിനെ വിശ്വസിക്കുവാണെങ്കിൽ. പക്ഷെ നമ്മൾ ശരീരം കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ ലോകത്തിലെ ജീവൻ തീർന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ചാൻസും ഇല്ല മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ദൈവത്തെ സ്വർഗരാജ്യത്തിന്റെ മണ്ഡലത്തിലേക്ക് വരാൻ യാതൊരു ചാൻസും ഇല്ല, അല്ലെ? അപ്പം അതാണ് ജീവിച്ചിരിക്കുന്ന യേശുവിൽ എന്താ പറയാ, വിശ്വസിക്കാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയും യേശുവിൽ വിശ്വസിക്കാതെ മരിച്ചുപോയ വ്യക്തിയും തമ്മിലുള്ള ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിൽ വിശ്വസിക്കാതെ മരിച്ചുപോയ വ്യക്തിക്ക് ഇനി ഒരിക്കൽ പോലും യേശുവിലേക്ക് തിരിച്ചു വരാൻ ഉള്ള എന്താ പറയാ, ചാൻസ് ഇല്ല. പക്ഷെ യേശുവിൽ അവര് മരണത്തിന്റെ മണ്ഡലത്തിലാണ് ഇന്ന് ഉള്ളത്. പക്ഷെ യേശുവിൽ വിശ്വസിക്കാതെ ഇന്ന് ഉള്ള വ്യക്തികള് അവര് മരണത്തിന്റെ മണ്ഡലത്തിലാണെങ്കിൽ പോലും, റിലം ഓഫ് ദ ഡെത്ത്, അല്ലെ? റിലം ഓഫ് ഡാർക്ക്നെസ് അവിടെയാണെങ്കിൽ, അത് ആണെങ്കിൽ പോലും, പിശാചിന്റെ ആധിപത്യമുള്ള സ്ഥലമാണെങ്കിൽ പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവർക്ക് ചാൻസ് ഉണ്ട് ഈ അവിടെ നിന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ. അവര് ഒരു നിമിഷം ദൈവത്തോട് യേശുവെ എന്നൊന്ന് വിളിക്കുവാണെങ്കിൽ, ദൈവത്തെ ഒന്ന് വിളിക്കുവാണെങ്കിൽ, യേശുവിനെ ഒന്ന് വിളിക്കുവാണെങ്കിൽ, രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ അവർ അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പൊ അതാണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പൊ അതാണ് രക്ഷ. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മള് മരിച്ചവരായിരുന്ന, മരണത്തിന്റെ റിലമിലായിരുന്ന ആൾക്കാര്, മരണത്തിന്റെ മണ്ഡലത്തിലായിരുന്ന, ഡാർക്ക്നെസിന്റെ, ഇരുട്ടിന്റെ, ഹോപ്പ്ലെസ്നെസിന്റെ, അല്ലെ, ഒരു മണ്ഡലത്തിലായിരുന്ന നമ്മളെ, അവിടെ നിന്ന് നമ്മളെ അവൻ അവിടുന്ന് നമ്മളെ കൊണ്ടുവന്നു, അല്ലെ? ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. കൊളോസ്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിന്റെ 13-ാമത്തെ വാക്ക് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മള് ഇരുട്ടിന്റെ മണ്ഡലത്തിലായിരുന്ന വ്യക്തികളെ നമ്മളെ വെളിച്ചത്തിന്റെ മണ്ഡലം, അതായത് അവന്റെ യേശുവിന്റെ എന്താ പറയുക, കിങ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്ക് 1-ാമത്തെ വാക്കിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 13-ാമത്തെ വാക്കിന്റെ പറഞ്ഞിരിക്കുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു തന്റെ സ്നേഹ സ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു, അല്ലെ? നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്വന്തം പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നമ്മൾ, ഇരുട്ടിന്റെ പിടിയിലായിരുന്നു നമ്മൾ, ആ റിലംസിലായിരുന്നു നമ്മൾ, ആ മണ്ഡലത്തിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുക. അതിനാണ് രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരായിരുന്നു നമ്മൾ, അല്ലെ? ഇരുട്ടിലായിരുന്നു നമ്മൾ. അവത്തിൽ നിന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ നമുക്കറിയത്തില്ല. പലരും എന്താ പറയാ, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നിങ്ങനെ പറയുന്നത്, അല്ലെ? പക്ഷെ അത് എന്തുകൊണ്ടാണ്
എന്താണ് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് അറിയത്തില്ല. എന്തിനാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്? എവിടത്തെ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്? എവിടെയായിരുന്നു നമ്മള് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. യേശു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കണം, അല്ലെ? നമ്മൾ ബോൺ അഗെയിൻ ആകണം. ബോൺ അഗെയിൻ ആയിട്ടില്ലാത്തവർക്ക് എന്താ പറയുക, സ്വർഗത്തിന്റെ രാജ്യത്ത് കടക്കാൻ സാധിക്കത്തില്ലെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ജോണിന്റെ അകത്ത്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ വാക്ക് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, യേശു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 9-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, 59-60 വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി, അല്ല, യേശു അയാളോട് പറയുന്നു, ഫോളോ മീ എന്ന് പറഞ്ഞു, എന്നെ പിന്തുടരുക എന്ന് പറയുന്നു. അപ്പൊ അയാൾ പറയും, ഇല്ല ലോർഡ്, ഞാൻ പോയി എന്റെ അച്ഛനെ ബറി ചെയ്തിട്ട് വരട്ടെ, അല്ലെ? എന്റെ പിതാവിനെ അടക്കിയിട്ട് വരട്ടെ. അപ്പൊ പിതാവ് മരിച്ചു പോയിട്ടല്ല പറയുന്നത്, പിതാവ് പ്രായമായിട്ടുള്ള വ്യക്തി, അല്ലെ? അപ്പൊ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തേക്ക് അടക്കിയിട്ട് വരാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറ്റത്തില്ല അങ്ങയെ ഫോളോ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് വർക്കുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്റെ ജീവിതം ഒന്ന് സെറ്റിൽ ആക്കിയതിന് ശേഷം ഞാൻ വരാം എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ യേശു അതിന് ഉത്തരവായിട്ട് പറയുന്നത് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, 60-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മരിച്ചവർ മരിച്ചവരെ തന്നെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മരിച്ചവർ കുഴിച്ചിടും എന്ന് വെച്ചാൽ ചത്ത ശവങ്ങൾ കുഴിച്ചിടുന്നല്ല പറഞ്ഞു. മരിച്ചെന്ന് പറഞ്ഞാൽ ആത്മാവും മരിച്ചു, അല്ലെ? ഇരുട്ടിന്റെ റിലംസിലായിരിക്കുന്ന വ്യക്തികൾ, മരണത്തിന്റെ മണ്ഡലത്തിലായിരിക്കുന്ന വ്യക്തി, പക്ഷെ ശരീരത്തിന് ജീവനുണ്ട്, പക്ഷെ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ മരിച്ചവരാണ്, ദൈവത്തിന്റെ കണ്ണിൽ മരിച്ചവരാണ്. പാപത്തിലായിരിക്കുന്ന വ്യക്തികൾ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന സകല വ്യക്തികളും ദൈവത്തിന്റെ കണ്ണിൽ മരിച്ച വ്യക്തികളാണ്, അല്ലെ? അത് ശരീരം മരിച്ചുകൊണ്ടില്ല, അതിന് മുമ്പേ തന്നെ മരിച്ചുകൊള്ളു. അങ്ങനെ മരിച്ചിരിക്കുന്ന വ്യക്തികൾ അവരെ മരിച്ചവരെ, അല്ലെ? പിന്നെ പറയുന്നത് വെച്ചാൽ ശരീരം കൂടെ മരിച്ചുപോയ വ്യക്തികളെ കുറിച്ചിട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രക്ഷ കിട്ടിയിരിക്കുന്നത് മരണത്തിൽ നിന്നാണ്. നമ്മൾ മരിച്ചവരായിരുന്നു, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതാണ്, മണ്ഡലത്തിൽ നിന്ന് നമുക്ക് മണ്ഡലത്തിൽ, അതായത് യേശുവിന്റെ കിങ്ഡത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കും, ദൈവം, അല്ലെ, ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി 2-ാമത്തെ വാക്കോട്ട് താഴേക്ക് പറഞ്ഞ എഫേസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന ഇപ്പം 2-ാമത്തെ വാക്കോട്ട് താഴേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവയിൽ 1-ാമത്തെ വാക്കോട്ട് വായിക്കുക, നീ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതികളായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങൾ നടന്നു, ജഡത്തിലും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു, അല്ലെ? ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, അവരുടെ ഇടയിൽ, 3-ാമത്തെ വാക്കിന് പറഞ്ഞു, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ ഇന്ന് കാണുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നുകൊണ്ട്, അല്ലെ, നമ്മുടെ ഫ്ലഷ്ലി നേച്ചറിൽ നമ്മൾ നടന്നുകൊണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യേശുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ച ഒരു ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ ജഡത്തിന്റെ മോഹങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ അതിന്റെ അനുസരിച്ച്, അല്ല, അതിനെ ഗ്രാറ്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ച് അതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെ? ഇപ്പൊ 2-ാമത്തെ വാക്കിന് പറഞ്ഞ, അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതി, അല്ലെ, ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നമ്മളുടെ ജഡത്തിന്റെ മോഹങ്ങൾ നമ്മൾ നടന്നു, അതാണ് നമ്മൾ ചെയ്തത്, അല്ലെ? അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിന്റെ ദേശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നിന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ മോഹം അനുസരിച്ച്, ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മള് ദൈവത്തിന്റെ റിലംസിൽ നിന്ന്, മണ്ഡലത്തിൽ നിന്ന്, അല്ലെ, നമ്മള് മരണത്തിന്റെ മണ്ഡലത്തിലായിപ്പോയി. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ അവിടെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചാണ്, അല്ലെ? അവൻ കൺട്രോൾ ചെയ്യുന്നു. അവൻ എന്താ പറയാ, നമ്മള് ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നടക്കും, നമ്മുടെ എന്താ പറയാ, ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടക്കും. ജഡം എന്ന് പറഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡിന് എതിരായിട്ടുള്ളതാണ്, ദൈവത്തിന് എതിരാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ജഡം സപ്പോർട്ട് ചെയ്യുന്ന പിശാചിനെയാണ്, അല്ലെ? പിശാചിന്റെ വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ അവന് അധികാരം കൊടുത്തു, നിങ്ങൾ എന്റെ ജീവിതത്തിൽ
കൺട്രോൾ എടുത്തോളം പറഞ്ഞു അല്ലെ. നമ്മള് എന്താ പറയാ, നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ എന്തിനെയെങ്കിലും നമ്മൾ അനുസരിക്കുവാണെങ്കിൽ അതിന്റെ എന്താ പറയുക, നമ്മൾ കൺട്രോളിലായപ്പം അതിന്റെ അടിമകളായപ്പോ. അങ്ങനെയുള്ള റോമക്കത്ത് ലേഖനത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞു 16 തൊട്ട് 12 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മനസ്സുകൊണ്ട് മനസ്സമ്മതത്തോടു കൂടി അല്ലെ നമ്മൾ എന്തിനെയെങ്കിലും നമ്മൾ അങ്ങോട്ട് ഒബേ ചെയ്യണം, അനുസരിക്കുവാണെങ്കിൽ അതിന്റെ എന്തിനാണ് നമ്മൾ അനുസരിക്കുന്നത് അതിന്റെ അടിമകളായിട്ട് നമ്മൾ പോവുക ചെയ്യും. അപ്പൊ പിശാച് അവന്റെ വഴി കൂടെ നമ്മൾ നടന്നപ്പോൾ നമ്മൾ പോലും അറിയണമെന്നില്ല അല്ലെ, നമ്മുടെ ജഡത്തിന്റെ മോഹത്തിലൊക്കെ നമ്മൾ അങ്ങോട്ട് ഉല്ലസിച്ച് നടന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ പാപത്തിലായിരുന്ന സമയത്ത് മോഹം എന്ന് പറഞ്ഞാൽ നമ്മളെ പാവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയായിരുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിശാചിന് വാതിൽ തുറന്നു കൊടുത്തു. അവന്റെ ആത്മാക്കൾ ദുരാത്മാക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, നമ്മളെ കൺട്രോളിലായി. അങ്ങനെയുള്ള കൺട്രോളിലുള്ള ആൾക്കാരുടെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന്റെ മണ്ഡലത്തിലാണ് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ. മരിച്ചവരാണ്, അവർ ആത്മാവ് മരിച്ചവരാണ്. പക്ഷെ 4-ാമത്തെ വാക്കൂട്ടി ഇങ്ങനെ താഴേക്ക് വായിക്കും, ഇങ്ങനെ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അല്ലെ. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹ നിമിത്തം ഒരിക്കൽ പോലും മനുഷ്യവർഗത്തെ ഉപേക്ഷിച്ച് കളയാൻ മനസ്സില്ലാത്ത ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ. യേശുവിന് ഈസി ആയിട്ട് പറയുന്നത്, ഇതൊക്കെ എവിടെയെങ്കിലും പോയി ചാകട്ടെ അല്ലെ, ഓൾറെഡി ചത്തതാണ് ഇതുങ്ങളൊക്കെ, ഞാൻ എന്തിനു ഇതിനു വേണ്ടിയൊക്കെ കഷ്ടപ്പെടണമെന്ന് യേശു ചോദിക്കാൻ വരുന്നത്. ഞാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ച സമയത്ത് ഒരു പാപവും ഇല്ലാതെ സൃഷ്ടിച്ചത്, ഇപ്പത്തെ പോയി പാപം ചെയ്തിട്ട് ഈ പരുവത്തിലായി വന്നെടുത്ത് ഇപ്പൊ മരണത്തിന്റെ മണ്ഡലത്തിലായിരിക്കുന്നത്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാമെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കാതെ അല്ലെ, തന്റെ ജീവൻ തന്നെ കൊടുത്ത് നമ്മളെ സ്നേഹിച്ച ദൈവമാണ് യേശു ക്രിസ്തു. യേശു ദൈവമല്ലെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ പെടുന്ന പാട് എന്റെ പൊന്നു നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അതിന്റെ അത്രയാണ് യേശു എന്താ പറയാ, മനുഷ്യനാണ് എന്ന് പറയും, വെറും ഒരു പ്രോഫറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി മനുഷ്യർ പെടുന്ന പാട് അവർക്ക് അറിയത്തില്ല അവരെവിടെയാ നിൽക്കുന്നത് അല്ല. അവര് വിശ്വസിക്കുന്ന ദൈവം അവരെ ഒരിക്കൽ പോലും ആ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരത്തില്ലെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല അല്ലെ. അവര് ഇങ്ങനെ പിടിച്ചിരിക്കുവാണ്, അവരുടെ തത്വജ്ഞാനത്തിൽ അവർ പിടിച്ചിരിക്കുവാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കുകയും അവരോട് വചനം പറയുകയോ എന്നല്ലാതെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. 5-ാമത്തെ വാക്കോട് ഇങ്ങനെ പറയുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനു നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണം അല്ല അല്ലെ. അപ്പോ യേശുവിന്റെ ഒപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ബാപ്റ്റിസം എടുത്തപ്പോൾ യേശുവിന്റെ മരണത്തിലേക്കാണ് ബാപ്റ്റിസം എടുത്തിരിക്കുന്നത്. റോമക്കത്ത് ലേഖനത്തെ 6-ാമത്തെ ചാപ്റ്റർ 3-4 വാക്കുകൾ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബാപ്റ്റിസം എടുക്കുമ്പോൾ എടുക്കുന്ന യേശുവിന്റെ മരണത്തിലേക്കാണ്. യേശു നമുക്കറിയാം നമ്മൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, അതിനുശേഷം പാതാളത്തിൽ പോയി അല്ലെ, പാതാളത്തില് ടൈം സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്തു അല്ലെ. അതിനുശേഷം അവിടെ അന്ന് മരണത്തിന്റെ പിടിയിലായിരുന്ന മരിച്ചവരായിരുന്ന വ്യക്തികൾ അല്ലെ, മരിച്ചവരായിരുന്ന വ്യക്തികളോട് 1-ാമത്തെ പത്രോസിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാമത്തെ പത്രോസിന്റെ 3-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു പാതാളത്തിൽ പോയി അന്ന് അവിടെ എന്താ പറയാ, ഡെത്തിന്റെ പ്രിസണേഴ്സ് ആയിരുന്ന അവരോട് അല്ലെ, തടവറയിലായിരുന്ന വ്യക്തികളോട് അവരെങ്ങനെ അവിടെ വന്നു വെച്ചാൽ, നോവന്റെ കാലത്ത് ദൈവം സംസാരിച്ചത് അല്ലെ. നോവന്റെ കാലത്ത് ദൈവം സംസാരിച്ചത് നോവ വഴി ദൈവം അവർക്ക് വാണിംഗ് കൊടുത്താണ്, വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി വാണിംഗ് കൊടുത്തു. പക്ഷെ എന്നാലും ദൈവത്തോട് അവര് വിശ്വസ്തത കാണിക്കാനും ദൈവത്തിനൊപ്പം ആയിരിക്കാനും അവര് സമ്മതിക്കാതിരുന്നു കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് മരിച്ചു അല്ലെ. അവരുടെ ശരീരവും മരിച്ചു, അവരുടെ ആത്മാവും മരിച്ചവരായി പാതാളത്തിലെ അവിടെ പോയി യേശു അവരോട് സംസാരിച്ചു അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് വേണ്ടി പാതാളത്തിൽ പോയി യേശു അല്ലെ. അതിന്റെ മരണത്തിന്റെയും പാതാളത്തിന്റെയും കീ ഇന്ന് യേശുവിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ നമ്മള് യേശുവിന്റെ എന്താ പറയാ, നമ്മള് സ്നാനം എടുക്കുമ്പോൾ യേശുവിന്റെ മരണത്തിലേക്കാണ് സ്നാനം എടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ പുതിയ ജീവിതത്തിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ സ്നാനം എടുത്തു കഴിയുമ്പോൾ യേശുവിന്റെ വിശ്വാസം നമ്മൾ സ്നാനം എടുക്കുമ്പോൾ നമ്മള് എടുത്തിട്ട് നമ്മള് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും പുതിയ ജീവിതത്തിലേക്കാണ്. എന്ന് വെച്ചാൽ ആ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അവൻ നമ്മളെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. വിടുവിച്ചിട്ട് നമ്മൾ ജീവന്റെ മണ്ഡലത്തിലേക്ക് അല്ലെ, പ്രകാശത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് ചെയ്യുന്നത്. അതാണ് എന്താ പറയുക,
രക്ഷ എന്ന് പറഞ്ഞാലുള്ള വാക്കിന്റെ അർത്ഥം അല്ലെ, രക്ഷിക്കപ്പെടുക, രക്ഷ എന്ന് പറഞ്ഞാലുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രക്ഷ, ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. എന്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്, എന്താണ് രക്ഷ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല, നമ്മളത് വിശ്വസിക്കുന്നു അല്ലെ. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നു, പക്ഷെ എന്താണ്, എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്, അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു. പിതാവെ, നന്ദി പിതാവ്. വർഷിപ്പ് യു ഹോളി നെയിം മൈറ്റി ഫാദർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ രക്ഷ അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നത് കർത്താവ്. ഞങ്ങൾ ഒന്നും ചെയ്തല്ല കർത്താവ്. അതിന് മാസ്റ്റർ, ഒരു വ്യക്തിന്റെ ആത്മാവിനെ വിടുവിക്കാൻ കർത്താവ് ഒരു വ്യക്തിക്ക് പോലും സാധിക്കത്തില്ല കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങ് ഈ ലോകത്തിലേക്ക് വരികയും മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ സഹിച്ച് മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അതുവഴി കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് രക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഇന്ന് ജീവനുണ്ട് കർത്താവെ. പാതാളത്തിലായിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ കർത്താവ്. ലോർഡ് ഫാദർ, മരിച്ചവരായിരുന്നു ഞങ്ങൾ കർത്താവെ. മരണത്തിന്റെ മണ്ഡലത്തിലായിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ജീവനായിട്ട് കർത്താവ്, ജീവൻ തന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് യേശുവെ, ഞങ്ങൾക്ക് അങ്ങയുടെ ഒപ്പം ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ജീസസ്. പ്രൈസ് യു ഹോളി നെയിം. വർഷിപ്പ് യു മസ്റ്റ് ജീസസ് നെയിം. ആമേൻ.